സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ ആസക്തികളുടെയും അതിരുകൾ നാം കടന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇപ്പോൾ തന്നെ നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക്. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകത്തെ മുഴുവൻ എത്തിക്കുന്ന ഒരു അത്ഭുതകരമായ ഉപകരണമാണ് സാങ്കേതികവിദ്യ. എന്നാൽ ഈ അനന്തമായ സാധ്യതകൾക്കിടയിൽ നമ്മുടെ ആത്മാവിന് യഥാർത്ഥത്തിൽ സമാധാനവും ശാന്തതയും നഷ്ടപ്പെട്ടു പോയി എന്ന് നാം തിരിച്ചറിയണം. ശാന്തതയിലും ആശ്രയത്തിലുമാണ് നിങ്ങളുടെ ശക്തി എന്ന് ഏശയ്യാ 30:15 പറയുന്നു. സോഷ്യൽ മീഡിയയിലുള്ള അമിതമായ ഇടപെടലുകൾ പലപ്പോഴും യഥാർത്ഥ ബന്ധങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ഒരു മേശയ്ക്ക് ചുറ്റും ഡിന്നറിനിരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ, വാട്സപ്പ് വഴിയായി എന്നുള്ള അധപതിച്ച അവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതങ്ങൾ വളർന്നു എന്ന് പറയാൻ പറ്റുകയില്ല, തളർന്നു കഴിഞ്ഞു എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ടോ? നാം മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യപ്പെടുത്തുകയും അംഗീകാരത്തിനായി അലയുകയും ചെയ്യുന്നു. ഇത് ആന്തരികമായ അസമാധാനത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്യാമറ കണ്ണുകൾക്ക് മുന്നിലാകുമ്പോൾ ക്രിസ്തുവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ നിശബ്ദമായ ബന്ധത്തിന് നാം എവിടെയാണ് സ്ഥലം കണ്ടെത്തുന്നത്? പ്രിയ സഹോദര, സഹോദരി, ഇത് കണ്ടല്ലേ നമ്മളുടെ മക്കളും തളർന്നുകൊണ്ട് ഇരിക്കുന്നത്? അവർ വളരുകയല്ല, നമ്മൾ അവരെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം തളർന്ന് വീണുകൊണ്ടിരിക്കുകയാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യോഹന്നാൻ 14:27 കർത്താവ് അരുളി ചെയ്തു. ലോകം നൽകുന്നത് പോലെയല്ല അവിടുന്ന് സമാധാനം നൽകുന്നത്. സോഷ്യൽ മീഡിയ നൽകുന്ന ക്ഷണികമായ സന്തോഷങ്ങൾക്കും ശ്രദ്ധയ്ക്കും പകരം ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ സമാധാനമാണ് നാം തേടേണ്ടത്. അത് സോഷ്യൽ മീഡിയയിൽ കിട്ടില്ല. നമ്മുടെ ഡിജിറ്റൽ ഉപവാസങ്ങളിലൂടെ നാം യഥാർത്ഥ ലോകത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ഏറ്റവും പ്രധാനമായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ പഠിക്കണം. പ്രത്യേകിച്ച് സാബത്ത് ദിവസങ്ങളിൽ അത് മാറ്റിവെക്കണം. പള്ളിയിൽ പോകുമ്പോൾ ഫോൺ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് അത് മാറ്റിവെക്കുമ്പോൾ അത് കണ്ട് മക്കളും വളരും. അത് അനാവശ്യം, ആവശ്യം എന്നിങ്ങനെയുള്ള തരംതിരിവ് മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ നെസസിറ്റി, അതിൻ്റെ പ്രയോറിറ്റി നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ്. നിങ്ങൾ നിശ്ചലരായിരിക്കുവിൻ, ഞാൻ ദൈവമാണെന്നറിയുവിൻ എന്ന് സങ്കീർത്തനം 46:10 പറയുന്നു. അത് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. അനാവശ്യമായ ഡിജിറ്റൽ ശബ്ദങ്ങളിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള നിശബ്ദത നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടെത്താം. നമ്മുടെ സമയം, ശ്രദ്ധ, ഊർജം എന്നിവയെ വിവേകത്തോടെ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കാം.